ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലെ ഒരുവിധം പാർട്ടികളിലും കല്യാണ വിരുന്നുകളിലും ഒക്കെ ഉണ്ടാവാറുള്ളൊരു സ്ഥിരം വിഭവമാണല്ലോ അല്ലേ ചിക്കൻ കൊണ്ടാട്ടം. ആ കൊണ്ടാട്ടം മുളകിന് നല്ലൊരു ഫ്ലേവറും പിന്നെ എരിവും പുളിയും ചെറിയൊരു മധുരവും എല്ലാം കൂടെ ആയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു വിഭവത്തിന്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ബീഫ് കൊണ്ടാട്ടമായാലും ചിക്കൻ കൊണ്ടാട്ടമായാലും ഇതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന നല്ലൊരു ഫ്ലേവർ കൊണ്ടാട്ടമുളകിൻ്റെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞൊരു മാസമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള കറികളൊക്കെ വെജ് റെസിപ്പികളായിരുന്നു. ഇന്ന് എന്തായാലും നമുക്ക് ഈ കിഡിലെ നോൺ വെജ് റെസിപ്പി തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇതുവരെ കൊണ്ടാട്ടമുളക് ചേർക്കാതെ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയിരുന്നവരൊക്കെ ഈ റെസിപ്പി കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ വെജും നോൺ വെജും ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഇനിയും ജാഷീസ് കുക്കിൽ കാണാനും പരീക്ഷിക്കാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എൻ്റെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ വീഡിയോകൾ ഇടുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം നല്ല പോലെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമുക്ക് ചിക്കൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ നമുക്ക് വേണ്ടത് കൊണ്ടാട്ടമുളക് ഒന്ന് പൊടിച്ചതാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള 5 കൊണ്ടാട്ടമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് നല്ല പോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പ് ഞാനും മറന്നതല്ല കേട്ടോ, കൊണ്ടാട്ടമുളകിൽ ആവശ്യത്തിന് ഉപ്പുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പോരാത്തത് പിന്നെ കുറച്ച് ചേർത്താൽ മതി. ഉപ്പ് കൂടുതലുള്ള കൊണ്ടാട്ടമാണെങ്കിൽ ചിലപ്പോൾ കൊണ്ടാട്ടമുളക് ചേർത്താൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം തന്നെ വരാറില്ല. ഇനി നമുക്കിത് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഉപ്പും പുളിയൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ച് കുറച്ചുകൂടെ ടേസ്റ്റായി കിട്ടും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായാൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ ഇരുന്നാൽ പുറം ഭാഗം പെട്ടെന്ന് മൊരിയുകയും ചെയ്യും, എന്നാൽ ഉള്ളിൽ നല്ല പോലെ വെന്ത് കിട്ടുകയില്ല. അപ്പോൾ ചിക്കൻ ഇതുപോലെ എല്ലാം തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ കുറച്ച് കൊണ്ടാട്ടമുളകും ചുവന്നമുളകും ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം കൊണ്ടാട്ടമുളക് ഫ്രൈ ചെയ്യാം. ഇത് അധികം എരിവില്ലാത്ത കൊണ്ടാട്ടമുളകാണ്, അതുകൊണ്ട് ഞാൻ 8 മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ ഉപ്പിനോ എരിവിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ മുളക് എടുക്കാം കേട്ടോ. ഇനി ചുവന്നമുളകും ഫ്രൈ ചെയ്യുക. ഇതും ഞാൻ 8 എടുത്തിട്ടുണ്ട്. ചുവന്നമുളക് ഞാൻ 2 പീസാക്കി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് വേപ്പിലയും പച്ചമുളകും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിന് മുന്നേ പകുതി ഓയിൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ചിക്കൻ്റെയും കൊണ്ടാട്ടമുളകിൻ്റെയും ചുവന്നമുളകിൻ്റെയും ഒക്കെ മുഴുവൻ ഫ്ലേവറുള്ള ഓയിലാണിത്. അതുകൊണ്ട് മസാല ഉണ്ടാക്കുന്നത് ഈ ഓയിലിൽ തന്നെ വേണം, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടൂ. പക്ഷേ ഇത് ഒരുപാട് ഓയിലുണ്ട്, ഇത്രയും ഓയിൽ നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള ഈ ഓയിലിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിക്കാം. ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ 1.5 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തത്. 2 കുടം വെളുത്തുള്ളിയും 2 വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒരുമിച്ച് പേസ്റ്റ് ആക്കി എടുത്താൽ ഇതിന് 2ലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും റോസ്മെല്ലൊക്കെ മാറി ചെറുതായിട്ട് മുരിഞ്ഞു വരാൻ തുടങ്ങിയാൽ 2 മീഡിയം സൈസിലുള്ള സബോള ചോപ്പ് ചെയ്തതും പിന്നെ 5 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നിങ്ങളിതിലേക്ക് നല്ല എരിവുള്ള കൊണ്ടാട്ടമുളകാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ പച്ചമുളക് 5 എണ്ണം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, 1-2 എണ്ണമൊക്കെ മതിയാകും. ഇതിൻ്റെ മസാല മാത്രമായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഏതെങ്കിലും റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടാണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ കുറച്ചധികം മസാല കൂട്ടി കഴിക്കുന്നതായിരിക്കും മിക്കവർക്കും ഇഷ്ടം. നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടെ മസാല വേണമെന്നുണ്ടെങ്കിൽ 2 സബോളയ്ക്ക് പകരം 3-4 സബോള എടുക്കുക. പിന്നെ ബാക്കി ചേരുവകളും അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. ഞാൻ 1 കിലോ ചിക്കനിലേക്ക് ആവശ്യത്തിന് വേണ്ട മസാല മാത്രമേ ഇപ്പോൾ റെഡിയാക്കുന്നുള്ളൂ. സബോള നന്നായി വഴന്ന് നല്ല സോഫ്റ്റായി വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണിനേക്കാളും കുറവ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഇത്രയാണ് പൊടികളായിട്ട് വേണ്ടത്. ഇതിന് ഫ്ലെയിം കുറച്ച് വെച്ച് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഡ്രൈ ആയിട്ടുള്ള ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിൽ തക്കാളി ചേർക്കുന്നില്ല. അപ്പോൾ പുളിക്ക് വേണ്ടി നമ്മളിതിൽ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഇത് ഓരോരുത്തരുടെയും പുളിക്ക് അനുസരിച്ച് 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. നല്ല പോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും എരിവും പുളിയൊക്കെ ബാലൻസ് ആക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരം ചേർക്കാറുള്ള ആ ചേരുവ ചേർത്ത് കൊടുക്കാം. വേറെ ഒന്നുമല്ല, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുന്ന കറികളിലൊക്കെ മിക്കവാറും നമ്മൾ ലാസ്റ്റാണ് ചേർക്കാറ്. പക്ഷേ ഇത് ഡ്രൈ ആക്കി എടുക്കുന്നത് കൊണ്ട് ലാസ്റ്റ് ചേർത്താൽ എല്ലായിടത്തും ഒരുപോലെ പിടിച്ചോളണം എന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. മസാലയിലെ എല്ലാ ഫ്ലേവറും നന്നായി ചിക്കനിൽ പിടിക്കണം. 1/2 കപ്പ് വെള്ളം മസാലയിലേക്ക് ചേർത്തിട്ടുള്ളത് അതിന് വേണ്ടിയാണ്. കോൺഫ്ലോറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ ഉള്ളത്. അതുകൊണ്ട് സാവധാനം ചിക്കൻ പൊടിയാതെ നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് മൂടി വയ്ക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കൊണ്ടാട്ടമുളക് ഇതുപോലെ കൂടുതൽ പൊടിഞ്ഞു പോകാതെ ഒന്ന് ചതച്ച് ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ചുവന്ന മുളകും പിന്നെ കുറച്ചുകൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്കൊരു സെമി ഗ്രേവി ടൈപ്പ് കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഞാൻ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ മസാലയിലേക്ക് തീരെ ചേർക്കുന്നില്ല കേട്ടോ. കൊണ്ടാട്ടം കൂടെ ചേർത്തപ്പോൾ ശരിക്കും പാർട്ടികളിലും കല്യാണങ്ങളിലൊക്കെ കിട്ടാറുള്ള ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ സ്മെല്ല് നന്നായി വരുന്നുണ്ട്. പൊടികൾ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ആദ്യമേ കൊണ്ടാട്ടമുളക് ചേർത്താൽ ഇത്ര തന്നെ ഫ്ലേവർ ഇതിന് കിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് തന്നെ ആയിട്ട് കൊണ്ടാട്ടമുളകും ചുവന്നമുളകും ചേർക്കാൻ ശ്രദ്ധിക്കണേ. കൊണ്ടാട്ടം വെച്ചിട്ടുള്ള എൻ്റെ 3ാമത്തെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഒരു തക്കാളിക്കറിയും പുളിങ്കറിയും കൊണ്ടാട്ടം വെച്ചുണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണണം എന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കിഡിലും ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി. ഇനി ലാസ്റ്റ് ഗാർണിഷിങ്ങിനായിട്ട് ഫ്രൈ ചെയ്ത വേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇതുവരെ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് കൊണ്ടാട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീഫ് വെച്ചുണ്ടാക്കുമ്പോൾ ബീഫിന് കുറച്ച് വേവ് ഉള്ളത് കൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. എന്നാലും കുക്കിംഗ് പ്രോസസ്സൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇതുണ്ടാക്കി 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റായി തന്നെ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ ലേസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.